ഡിയർ സ്റ്റുഡൻസ്, RCC എന്ന പാഠഭാഗത്തെ 29ാമത്തെ വീഡിയോ ആണിത്. കഴിഞ്ഞ വീഡിയോയിൽ RCC ബീമാണ് നമ്മൾ പറഞ്ഞത്. അതിൻ്റെ കണ്ടിന്യൂവേഷൻ ആയിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു ബീമിൽ നമ്മൾ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ റെയിൻഫോഴ്സ്മെൻറ്റിന് ഉണ്ടാവേണ്ട മിനിമം ഏരിയ എത്രയാണ്? അതിനുള്ള ഇക്വേഷനാണ് AST/BD = 0.85/FI. അതിൽ AST എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് സ്റ്റീലാണ്. B എന്ന് പറഞ്ഞാൽ വീതിയാണ്, ബീമിൻ്റെ വീതി. D എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ഡെപ്ത്. FI എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത് ഓഫ് റെയിൻഫോഴ്സ്മെൻറ്റ്. ഞാനൊരു എക്സാമ്പിൾ വെച്ച് പറയാം. ഇതൊരു ബീമാണെങ്കിൽ ആ ബീമിൽ നമ്മൾ റെയിൻഫോഴ്സ്മെൻറ്റ് ടെൻഷനുള്ള ഭാഗത്ത് അടിയിൽ കൊടുക്കും. അപ്പം അതിൻ്റെ ഏരിയ ആണ് AST. അതാണ് നമുക്ക് കാണേണ്ടത്. അപ്പം B എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ വീതിയാണ്, ബീമിൻ്റെ വീതിയാണ് B എന്ന് പറയുന്നത്. D എന്ന് പറഞ്ഞാൽ എഫക്റ്റീവ് ഡെപ്ത്. എഫക്റ്റീവ് ഡെപ്ത് പറഞ്ഞാൽ ഈ ബീമിൻ്റെ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് മുതൽ ടോപ്പ് ഫൈബർ വരെയുള്ള ഡെപ്താണ് എഫക്റ്റീവ് ഡെപ്ത്. എന്താ FI എന്ന് പറഞ്ഞാൽ ഇവിടെ കൊടുക്കുന്ന റെയിൻഫോഴ്സ്മെൻറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. അതായത് FE 250 ബാറൊക്കെ ആണെങ്കിൽ അതിൽ ഈ 250 എന്ന് എഴുതൂലേ, അതാണ് അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. ഓക്കെ, പിന്നെ ഇതിലൊന്നുകൂടെ പറയാനുള്ളത്, ഇത് മിനിമം ഏരിയ കാണാനുള്ള ഇക്വേഷൻ പഠിക്കണേ. പിന്നെ മാക്സിമം ഏരിയ ഉള്ള അതിനൊരു ഇക്വേഷൻ ഉണ്ട്, 0.04 BD. അത് മറക്കരുത്, 0.04 BD. ഇനി സൈഡ് ഫേസ് റെയിൻഫോഴ്സ്മെൻറ്റ്, അതായത് നമ്മൾ ഇപ്പം ഈ വെബ് ഉണ്ടാവില്ലേ, വെബ് എന്താ ഫ്ലാൻഷ് എന്താന്നൊക്കെ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ വെബിൻ്റെ ഡെപ്ത്, ആഴം 750 mm കൂടുതലാവുമ്പോൾ നമ്മൾ സൈഡ് ഫേസിൽ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. രണ്ട് സൈഡിലും നമ്മൾ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. മാത്രമല്ല, ഈ കൊടുക്കുന്ന റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ വെബ് ഏരിയയുടെ 0.1% കൂടുതലാവരുത്. മാത്രമല്ല, ഈ റെയിൻഫോഴ്സ്മെൻറ്റ് രണ്ട് ഫേസിലും കൊടുക്കണം എന്ന് പറഞ്ഞു. വിത്ത് മിനിമം സ്പേസിങ് എത്രയായിരിക്കണം? 300 mm ആയിരിക്കണം മിനിമം സ്പേസിങ് ഉണ്ടാവേണ്ടത്. ഓക്കെ, അപ്പോൾ എത്രയാണുള്ളത്? നമ്മൾ വെബിൻ്റെ ആഴം 750 കൂടുതലാവുമ്പോൾ നമ്മൾ രണ്ട് സൈഡിലും റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. ബീമിൻ്റെ രണ്ട് സൈഡിലും റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കണം. ആ കൊടുക്കുന്ന റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ ഏരിയ 0.1 വെബിൻ്റെ ഏരിയയുടെ 0.1% കൂടുതലാവാൻ പാടില്ല. മാത്രമല്ല, അതിന് സ്പേസിങ് എത്ര ഉണ്ടായിരിക്കണം? മിനിമം 300 mm സ്പേസിങ്ങിലോട് കൂടിയാണ് റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കേണ്ടത്. ഇനി ട്രാൻസ്വേഴ്സ് റെയിൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ഇതൊരു ബീമാണെങ്കിൽ, ഞാൻ ബീമിൻ്റെ ഫിഗർ വരയ്ക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് നിങ്ങൾ വരയ്ക്കണം. ഓക്കെ, അപ്പോൾ അതിൽ ഇങ്ങനെ കൊടുക്കുന്നതാണ് മെയിൻ സ്റ്റീൽ അല്ലേ, പിന്നെ ഇങ്ങനെ കൊടുക്കുന്നതാണ് ട്രാൻസ്വേഴ്സ് റെയിൻഫോഴ്സ്മെൻറ്റ്. അപ്പോൾ ട്രാൻസ്വേഴ്സ് റെയിൻഫോഴ്സ്മെൻറ്റ് സാധാരണ നമ്മൾ ട്രാൻസ്വേഴ്സ് റെയിൻഫോഴ്സ്മെൻറ്റ് നമ്മുടെ ലോഞ്ചിറ്റ്യൂണൽ റെയിൻഫോഴ്സ്മെൻറ്റിന് 90 ഡിഗ്രി ആയിട്ടാണ് ട്രാൻസ്വേഴ്സ് റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് സ്റ്റിറപ്പ് മോഡലായിട്ടാണ് കൊടുക്കാറ്, സ്റ്റിറപ്പായിട്ട് കൊടുക്കാറുണ്ട്. അപ്പം ആ സ്റ്റിറപ്പിൻ്റെ ഏരിയ, അത് കാണാനുള്ള ഏരിയ ആണ്, അതിനുള്ള ഇക്വേഷനാണിത്. ASV/BSV = 0.4/0.87 FI. അതിൽ ASV എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയ ഓഫ് എ ക്രോസ് സെക്ഷണൽ ഏരിയ ഓഫ് സ്റ്റിറപ്പ് ലെഗ്. സ്റ്റിറപ്പിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് ASV. SV എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റിറപ്പിൻ്റെ സ്പേസിംഗ് ആണ് SV എന്ന് പറയുന്നത്. B എന്ന് പറഞ്ഞാൽ വിഡ്ത്ത് ഓഫ് ബീമാണ്. അതേപോലെ തന്നെ FI എന്ന് പറഞ്ഞാൽ ക്യാരക്ടറിസ്റ്റിക് സ്ട്രെങ്ത്. അപ്പോൾ ട്രാൻസ്വേഴ്സ് റെയിൻഫോഴ്സ്മെൻറ്റ് എന്താണ്? ലോഞ്ചിറ്റ്യൂണൽ റെയിൻഫോഴ്സ്മെൻറ്റിന് പെർപെൻഡിക്കുലർ ആയിട്ടുള്ളതാണ് ട്രാൻസ്വേഴ്സ് റെയിൻഫോഴ്സ്മെൻറ്റ്. അത് സ്റ്റിറപ്പായിട്ടാണ് സാധാരണ നമ്മൾ കൊടുക്കാറുള്ളത്. അതിൻ്റെ ഏരിയ കാണാനുള്ള ഇക്വേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൽ ഓരോ ടേമും എന്താണെന്ന് അറിഞ്ഞിരിക്കുക. ഇനി മെയിൻ ബാറുകൾ തമ്മിൽ എത്ര സ്പേസിങ് ഉണ്ടായിരിക്കണം? അതായത് ഹൊറിസോണ്ടൽ ആയിട്ടാണെങ്കിൽ, മെയിൻ ബാറുകൾ ഹൊറിസോണ്ടൽ ആയിട്ടാണ് കൊടുക്കുന്നതെങ്കിൽ നമ്മൾ
മാക്സിമം ഡയമീറ്റർ ഓഫ് ദ ബാർ ഓർ സൈസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് പ്ലസ് 6. അതിലേതാണോ ഗ്രേറ്റർ ആയിരിക്കും ഹൊറിസോണ്ടലായിട്ട് മെയിൻ ബാറിന് കൊടുക്കേണ്ട സ്പേസിങ്. ഒന്നുകൂടെ പറയാം, നമ്മൾ ഒന്നുകിൽ ബാറിൻ്റെ മാക്സിമം ഡയമീറ്റർ അല്ലെങ്കിൽ കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ സൈസിനോട് 6 കൂട്ടുക. അതിലേതാണോ വലുത് അതാണ് ഹൊറിസോണ്ടൽ സ്പേസിങ്. കോഴ്സ് അഗ്രിഗേറ്റ് പറയുമ്പോൾ എന്താ, നമ്മൾ കോൺക്രീറ്റിൽ അല്ലേ, കോൺക്രീറ്റിൻ്റെ ഒപ്പമാണല്ലോ ഈ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത് അല്ലേ. അപ്പം ആ കോൺക്രീറ്റിൽ ഉപയോഗിച്ചിരിക്കുന്ന കോഴ്സ് അഗ്രിഗേറ്റിൻ്റെ സൈസ് പ്ലസ് 6 mm അല്ലെങ്കിൽ മാക്സിമം ഡയമീറ്റർ ഓഫ് ബാർ അതിലേതെങ്കിലും ഒന്ന്. ഇനി വെർട്ടിക്കലായിട്ടാണ് നമ്മൾ സ്പേസിങ് കൊടുക്കുന്നതെങ്കിൽ 15 mm ആണ് നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, 15 mm അല്ലെങ്കിൽ മാക്സിമം സൈസ് ഓഫ് കോഴ്സ് അഗ്രിഗേറ്റ് അല്ലെങ്കിൽ മാക്സിമം സൈസ് ഓഫ് ബാർ, ഇതിൽ 3 എണ്ണം ആയിരിക്കും നമ്മൾ എന്ത് കൊടുക്കുക, വെർട്ടിക്കൽ സ്പേസിങ് കൊടുക്കുക. മിനിമം 15 mm വെർട്ടിക്കൽ കൊടുക്കണം. അപ്പം മെയിൻ ബാറിൻ്റെ സ്പേസിങ് മനസ്സിലാക്കുക. ഇനി റെയിൻഫോഴ്സ്മെൻറ്റിൻ്റെ മിനിമം ടെൻസൈൽ സ്റ്റീലാണ് ഉപയോഗിക്കുന്നതെങ്കിൽ നമ്മൾ റെയിൻഫോഴ്സ്മെൻറ്റായി ടെൻസൈൽ സ്റ്റീൽ, അതായത് മൈൽഡ് സ്റ്റീൽ, പ്ലെയിൻ മൈൽഡ് സ്റ്റീലൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ മിനിമം അതിൻ്റെ ഏരിയ എത്രയായിരിക്കണം, ക്രോസ് സെക്ഷണൽ ഏരിയയുടെ 0.3% ആയിരിക്കണം. എന്താണ് ക്രോസ് സെക്ഷണൽ ഏരിയ? ഇതാണ് ഒരു ബീമെങ്കിൽ അതിൻ്റെ വീതി ഇതാണ്, ഡെപ്ത് ഇതാണ്. അപ്പം അതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ ആണ് BD എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം മിനിമം ടെൻസൈൽ സ്റ്റീൽ 0.3% ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ. ഇനിയിപ്പം ഡീഫോംഡ് ബാറുകളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ 0.2% ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ ആയിരിക്കണം നമ്മൾ കൊടുക്കേണ്ടത്. ഓക്കെ, ഇനി ഇതിൽ മെയിനായിട്ട് കൊടുക്കുന്നത് അറിയേണ്ടത് ഡയമീറ്റർ ഓഫ് മെയിൻ ബാർ 10 mm മുതൽ 40 mm വരെ നമ്മൾ കൊടുക്കാറുണ്ട്. പിന്നെ അതേപോലെ ബാറുകൾ നമ്മൾ ചിലപ്പം ക്രാങ്ക് കൊടുക്കാറുണ്ട്, അതായത് ബെൻഡ് ചെയ്ത് കൊടുക്കാറുണ്ട്. അതെന്ന് പറഞ്ഞാൽ 50% ഓഫ് മെയിൻ സ്റ്റീലിൻ്റെ 50% ക്രാങ്ക് ചെയ്ത് കൊടുക്കാറുണ്ട് കേട്ടോ, അത് ഓർത്ത് വയ്ക്കാം. ഇനി നമ്മൾ ബീമിൽ സാധാരണ 2 ബാറുകളാണ് മെയിൻ ബാറുകളായിട്ട് ഉപയോഗിക്കുന്നത്, അതും അറിഞ്ഞിരിക്കുക. പിന്നെ സ്റ്റിറപ്പിൻ്റെ ഡയമീറ്റർ 6 mm മുതൽ 10 mm ആണ് നമ്മൾ സ്റ്റിറപ്പിൻ്റെ ഡയമീറ്റർ കൊടുക്കുക. അതിൻ്റെ സ്പേസിങ് 100 mm ആണ്, അതും ഓർത്ത് വയ്ക്കും. പിന്നെ ഷിയർ റെയിൻഫോഴ്സ്മെൻ്റ് ആണ് അടുത്തത്. ഷിയർ റെയിൻഫോഴ്സ്മെൻറ്റ് സാധാരണ നമ്മൾ ഇൻക്ലൈൻഡ് ബാറുകളായിട്ടും വെർട്ടിക്കലായിട്ടുള്ള സ്റ്റിറപ്പൊക്കെ ആയിട്ടാണ് നമ്മൾ ഷിയർ റെയിൻഫോഴ്സ്മെൻറ്റ് കൊടുക്കുന്നത്. അതിൽ നമ്മൾ സാധാരണ ബെഡ് ബാറുകളൊക്കെയാണ്, ഇൻക്ലൈൻഡ് ബാറുകളൊക്കെയാണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിൻ്റെ ക്രാങ്ക് കാണാനുള്ള ഇക്വേഷൻ ഉണ്ട്. അതാണ് ഇക്വേഷൻ 1/2 × √NX/N0. NX എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബാർ ടു ബി ബെൻഡ് അപ്പ്, അതാണ് NX. N0 എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് മെയിൻ ബാർ അറ്റ് സെൻറ്റർ. സെൻറ്ററിലുള്ള മെയിൻ ബാറുകളുടെ എണ്ണമാണ് N0. NX എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ബാർ ടു ബി ബെൻഡ് അപ്പ്, എത്ര ബാർ ബെൻഡ് ചെയ്തു. S എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഫ്രം ദ സെൻറ്റർ ഓഫ് സ്പാൻ. ഓക്കെ, ഇനി നമ്മൾ തമ്പ് റൂൾ പ്രകാരം നമ്മൾ ബാറുകളെ സപ്പോർട്ടിൽ നിന്നും 1/7 മുതൽ 1/4 വരെ, എഫക്റ്റീവ് സ്പാനിൻ്റെ 1/7 to 1/4 വരെ നമ്മൾ എന്ത് കൊടുക്കാറുണ്ട്, ബെൻഡ് കൊടുക്കാറുണ്ട്. ഓക്കെ, ഇനി മാക്സിമം സ്പേസിങ് ഓഫ് ഷിയർ റെയിൻഫോഴ്സ്മെൻറ്റ് സ്റ്റിറപ്പിൻ്റെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. IS 456-1978 പ്രകാരം വെർട്ടിക്കൽ സ്റ്റിറപ്പ് അതിൻ്റെ സ്പേസിങ് 0.75D or 450 mm whichever is lesser, അതായിരിക്കും വെർട്ടിക്കൽ സ്റ്റിറപ്പിൻ്റെ സ്പേസിങ്. മിനിമം 480 വേണം. ഓക്കെ, ഇനി ഇൻക്ലൈൻഡ് സ്റ്റിറപ്പാണെങ്കിൽ D or 240 mm, അപ്പോൾ അതായത് നമ്മൾ ഉപയോഗിക്കുന്ന സ്റ്റിറപ്പിൻ്റെ ഡയമീറ്ററോ അല്ലെങ്കിൽ 240 mm അതിലേതാണോ വലുത് അതാണ് ഇൻക്ലൈൻഡ് സ്റ്റിറപ്പായിട്ട് കൊടുക്കാറുള്ളത്. ഓക്കെ,
വെർട്ടിക്കൽ സ്റ്റിറപ്പിൻ്റെ ഡയമീറ്റർ 6 മുതൽ 12 mm വരെ വരാം. ഇനി സാധാരണ നമ്മൾ ക്രോസ് സെക്ഷൻ, ബീമിൻ്റെ ക്രോസ് സെക്ഷനാണ് കാണിക്കാൻ പോകുന്നത്. അതൊന്ന് നോക്കുക. ഇത് ഒരു സിംഗിൾ ലെഗ്ഡ് സ്റ്റിറപ്പാണ്, അതായത് ഒരു ലെഗാണ്. 2 ബാറുകളുണ്ട്, പക്ഷെ അതൊരു സ്റ്റിറപ്പല്ലേ ഉള്ളൂ. ഓക്കെ, ഇതെന്ന് പറഞ്ഞാൽ 4 ലെഗ്ഡ് സ്റ്റിറപ്പാണ്. ഇത് 6 ലെഗ്ഡ് ആണ്, ഇത് 2 ലെഗ്ഡ് ആണ്. ഇതൊന്ന് ഓർത്ത് വെച്ചോളാം കേട്ടോ. ഓക്കെ, താങ്ക് യു.